സുദിനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ലോക വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കരുടെ ജന്മദിനം ജൂൺ 19. സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ അമരക്കാരനായ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശം പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. പുസ്തകങ്ങൾ അറിവിന്റെ വാതിലുകളാണ്. ആ വാതിലുകൾ തുറക്കാൻ നമ്മെ പഠിപ്പിച്ച മഹാന്റെ ഓർമ്മകൾക്ക് ഇന്ന് തീഷ്ണതയേറുകയാണ്. വായന ഒരു ഹോബി മാത്രമല്ല, വായനയിലൂടെ നാം കീഴടക്കുന്ന വിജ്ഞാന ലോകം ചക്രവാളം പോലെ വിശാലമാണ്. വായനയുടെ വിസ്മയ ലോകത്തെത്താനായാൽ ജീവിത വിജയം അവിടെ തുടങ്ങുകയായി. ജൈവ വായന എന്നത് നമുക്ക് പരിചിതമാണല്ലോ. അവശ്യമായവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള വായന, അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം പഠിക്കുമ്പോൾ ലോകചരിത്രം എന്ന പുസ്തകമെടുത്ത് അതിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് മാത്രം വായിക്കുക. എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം എന്ന സംശയങ്ങൾ നമുക്കുണ്ട്. നാം വളരെയധികം പ്രാധാന്യം കൊടുത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളാണ് ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, ചരിത്രം, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വ്യത്യസ്ത പത്രമാസികകൾ തുടങ്ങിയവ. ജീവചരിത്രവും ആത്മകഥയും മറ്റും പ്രശസ്തരുടെ ജീവിതത്തെ കൂടുതൽ അറിയാൻ നമ്മെ സഹായിക്കുന്നു. അവരുടെ കുട്ടിക്കാലം, ജീവിത രീതികൾ, സാമൂഹിക സ്ഥിതി, പ്രതികൂല അനുകൂല ജീവിത സാഹചര്യങ്ങൾ, അവയെ അതിജീവിച്ച മാർഗങ്ങൾ, അങ്ങനെ ഓരോന്നും തൊട്ടറിഞ്ഞുള്ള യാത്ര വായനയുടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കും. അതിൽ കടന്നു വരുന്ന മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള അറിയാനുള്ള ശ്രമം നമ്മുടെ വായനയുടെ തുടർ പ്രക്രിയയായി മാറും. വായിക്കുന്നവ വളരെ കുറച്ചേ ഒരു പക്ഷെ മനസ്സിലാക്കാനാകൂ. മനസ്സിലാക്കിയതിൽ വളരെ കുറച്ചേ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനാകൂ. പക്ഷേ വായിക്കുന്തോറും മനസ്സിലാക്കലും പ്രയോജനപ്പെടുത്തലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വായനാശീലം വളർത്തുന്നതിലും വായനയുടെ അത്ഭുത ലോകത്തെ പരിചയപ്പെടുത്തുന്നതിലും അധ്യാപകർ വഹിക്കുന്ന പങ്ക് നിസ്സീമമാണ്. വൈവിധ്യമാർന്ന കുട്ടികളുടെ വ്യത്യസ്തമാർന്ന അഭിരുചികൾ അറിയുക അവർക്ക് എളുപ്പമാണ്. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും വായിക്കുക. 3 മിനിറ്റെങ്കിലും ആ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക. പ്രസ്തുത പുസ്തകം തേടിപ്പിടിക്കുവാനുള്ള അഭിപ്രേരണ നമ്മിൽ ഉറവെടുക്കുന്നതും വർദ്ധിക്കുന്നതും കാണാൻ സാധിക്കും. കൂടാതെ വായിച്ച കഥ ഭംഗിയായി പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക. പുസ്തകത്തിലെ വർത്തമാനങ്ങൾ, കവിത ചൊല്ലിക്കളി, അഭിനയം, പ്രയോഗങ്ങൾ, ഭാഷാഭംഗിയുള്ള പദങ്ങൾ, വാക്യങ്ങൾ, ഇവയെല്ലാം പ്രസംഗത്തിലും എഴുത്തിലും മറ്റും ഉപയോഗയോഗ്യമാക്കുക തുടങ്ങിയവ നാം ശീലമാക്കുമ്പോൾ വായനയെ പ്രണയിക്കാതെ നമുക്ക് വയ്യെന്നാകും. വായനാക്കുറിപ്പും ആസ്വാദനക്കുറിപ്പും നിരൂപണക്കുറിപ്പും ഒക്കെ എഴുതാൻ സഹായിക്കുക മാത്രമല്ല വായന ചെയ്യുന്നത്. മികച്ച കുറിപ്പിന് പുസ്തകം സമ്മാനമായി ലഭിക്കുമ്പോഴുണ്ടാകുന്ന അതിരുകവിഞ്ഞ സന്തോഷത്തിനുമപ്പുറം വായിച്ച കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നത് കൊണ്ട് പല ഉപകാരങ്ങളുമുണ്ട്. ഉള്ളടക്കം പിന്നീട് വേഗത്തിൽ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും. ഒപ്പം സംക്ഷിപ്തമായി കുറിച്ചു വെക്കാനുള്ള അഭ്യാസം പുരോഗമിക്കും. കൃതി, കർത്താവ്, പ്രസിദ്ധീകരിച്ച വർഷം, എത്രാമത്തെ പതിപ്പ്, പേജ്, കഥാപാത്രങ്ങൾ, സവിശേഷ സംഭവങ്ങൾ, പ്രയോഗങ്ങൾ, ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങൾ എഴുതി ചേർത്ത് വെക്കുമ്പോൾ വായനയുടെ മായാജാലം തെളിഞ്ഞ് വിടർന്ന് തുറന്നു കിട്ടും. കുറച്ച് പുസ്തകങ്ങളെ ഉള്ളുവെങ്കിലും അവ ശാസ്ത്രീയമായി അടുക്കി സൂക്ഷിക്കാൻ വേണ്ടുന്ന ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകണം. സാഹിത്യം, സാമൂഹികം, ശാസ്ത്രം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി വീട്ടു ലൈബ്രറി സംവിധാനം ചെയ്യാൻ പ്രാധാന്യം കൊടുത്ത് 4ാമത് പൊതുവിഭാഗം എന്നൊരു ശീർഷകം കൂടി നൽകുമല്ലോ. നിഘണ്ടു, ഇയർ ബുക്ക്, പൊതുവിജ്ഞാനം പോലെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടി വരുന്ന പുസ്തകങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പാകത്തിൽ അടുക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. നല്ല വെളിച്ചം കിട്ടുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഇടത്താകണം ലൈബ്രറി. ചിട്ടയാർന്ന ലൈബ്രറി വായിക്കാൻ ഒരു പ്രചോദനമാണ്, അലങ്കാരമാണ്, അഭിമാനവുമാണ്. വായനക്കാരുടെ കൂട്ടായ്മകൾ, ചർച്ചകൾ, പ്രസാധനങ്ങൾ നാട്ടിലെ ലൈബ്രറിക്ക് ജീവൻ പകരും വിധം ചിട്ടപ്പെടുത്തുക അവശ്യ ഘടകമാണ്. മാതൃകകളാണ് കുട്ടികളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. വായിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നത് വായനയെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ പ്രേരിപ്പിക്കും. ചുറ്റുവട്ടത്തെ സാഹിത്യ സ്നേഹികൾ അതിഥികളായെത്തുന്നതും അതിന് മാറ്റുകൂട്ടും. വായനയെ പരിപോഷിപ്പിക്കുവാൻ സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ PN പണിക്കരുടെ വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുക്കേണ്ട സന്ദേശമാണ്. വായനക്കാരുടെ വംശം വേരറ്റുപോകും മുമ്പേ വായനയ്ക്ക് ശരവേഗം നൽകുന്ന പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രമുഖ സാഹിത്യകാരന്മാരെ മാത്രമല്ല, ദസ്തവേവ്സ്കി, ആന്റൺ ചെഖോവ്,
ടോൾസ്റ്റോയ് തുടങ്ങിയ ലോകപ്രശസ്തരുടെ പേരുകൾ കേൾക്കാതെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കാൻ പാടില്ല എന്നത് വളരെയധികം നിഷ്കർഷിക്കേണ്ടിയിരിക്കുന്നു. പുസ്തകങ്ങൾ സമ്മാനമായി കിട്ടുന്ന കുട്ടിയുടെ മുഖം ആനന്ദം കൊണ്ട് വികസിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് എന്താണ് നേടിത്തരുന്നതെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടി വരും. ഇതിനിടെ ഏത് ഉണ്ണായി വാര്യർ, ഏത് നളചരിതം, തകഴി ശിവശങ്കരപ്പിള്ളയോ അതാര് എന്ന് തീർത്തും നിഷ്കളങ്കമായ കുട്ടികൾ തിരിച്ചു ചോദിച്ചാൽ ഒട്ടും അതിശയിക്കരുത്. എല്ലാം കലികാല വൈഭവം എന്ന് തനി പഴഞ്ചൻ മട്ടിൽ പിറുപിറുക്കാതെ ഒരു തിരിച്ചുപോക്കിനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. വായനയിൽ രസം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അതാരും ഇട്ടിട്ടു പോകില്ല. വിശാലവും സമഗ്രവുമായ അറിവുകളും ചിന്തകളും നിരീക്ഷണങ്ങളും എല്ലാറ്റിനുമുപരി ഭാവനയുടെ ചിറകുകളും നൽകി അവ നമ്മെ പരിപോഷിപ്പിക്കും. ഒരു സദസ്സിനെ നിസ്സങ്കോചം അഭിമുഖീകരിക്കാൻ, ആത്മവിശ്വാസത്തോടെ വൈവിധ്യമാർന്ന ഒട്ടേറെ ആശയങ്ങൾ പുതുമയോടെ മഴവിൽ ചാരുതയോടെ അവതരിപ്പിക്കാൻ, അങ്ങനെ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള കഴിവ് നല്ലൊരു വായനക്കാരനിൽ അവൻ പോലും അറിയാതെ വന്നു ചേരുന്നു. അടഞ്ഞ ഒരു വാതിൽ പെട്ടെന്ന് തുറന്ന് അകത്തളം കാണുമ്പോഴത്തെ ജിജ്ഞാസ എന്നാണ് വായനയെക്കുറിച്ച് MT വാസുദേവൻ നായർ പറയുക. പുസ്തകം ഒരു പലഹാരത്തെക്കാൾ പ്രിയപ്പെട്ടതാണ്. ഒരു പ്രഭുവിന്റെ രക്തത്തെക്കാൾ വില കൂടിയതാണ് ഒരു പുച്ചക്കാരന്റെ പുസ്തകം എന്നെഴുതിയ ഷേക്സ്പിയർ പുസ്തകത്തിലൂടെ വളരാത്തവർ വെറും മൃഗമാണെന്ന് മറ്റൊരു നാടകത്തിലൂടെ പറയുകയുണ്ടായി. മനുഷ്യർ മൃഗസമാനനായി അധപ്പതിക്കുന്നതിന്റെ പരിണിതഫലങ്ങൾ പത്രങ്ങൾ നിരത്തുന്നത് നാം വായിക്കാറുണ്ട്. മികച്ച ഭക്ഷണം മക്കൾക്ക് നൽകാൻ ശഠിക്കുന്ന, ആരോഗ്യമുള്ള ശരീരത്തിന് അതീവ ശ്രദ്ധ പുലർത്തുന്ന രക്ഷിതാക്കൾ സാംസ്കാരിക വളർച്ചയ്ക്കും വികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും വായനയെ ബലപ്പെടുത്തേണ്ട ശ്രമങ്ങളിൽ കുട്ടികൾക്കൊപ്പം ബോധപൂർവം മുഴുകണം. FM റേഡിയോ വഴിയും ഈ വായനയിലൂടെയും അക്ഷരങ്ങൾ പടർത്തുന്ന അഗ്നി ഹൃദ്യസ്ഥമാക്കണം. പരസ്പരവും വായിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും ഓരോ മാസ്റ്റർ പീസുകളാണ്. ചിലർക്ക് ഹാസ്യത്തിൻ്റെ സുഹൃതമുണ്ട്, ചിലർ ഡിക്റ്റേറ്റീവ് നോവൽ പോലെ സങ്കീർണമാണ്, മറ്റു ചിലർ അപ്പുറവും ഇപ്പുറവും വ്യതിചലിക്കാത്ത ഒരു വ്യാകരണ ഗ്രന്ഥം പോലെ, ഗ്രാമർ പുസ്തകം പോലെ കണിശക്കാരാണ്. മിനിക്കഥ പോലെ സുന്ദരവും ലളിതവുമാണ് ചിലർ. നിരൂപണ സാഹിത്യം പോലെ വിമർശനക്കാരും കുറവല്ല. പരസ്പരം വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ ഒരു പുസ്തക രചയിതാവ് ജനിക്കും. അപരന്റെ കണ്ണീരിലേക്കും മനസ്സുകളിലേക്കും സമൂഹ ഉന്നതിയിലേക്കും ആ ഹൃദയവും തൂലികയും ചലിക്കും. ആത്മവിശുദ്ധീകരണവും സാധ്യതമാകും. വായിച്ചു വളർന്ന് ആനന്ദത്തോടെ പഠിച്ച് മാനവ പുരോഗതിയുടെ കാവലാളുകളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വായനാ ദിനത്തിൻ്റെ മംഗളങ്ങൾ. നിർവഹണം ഡോക്ടർ കാർമലി ജോൺ. സുദിനം.